ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉണ്ണികൃഷ്ണൻ. സ്റ്റോക്ക് ഇൻവെസ്റ്റർ UK എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഡിസംബർ 22 ഞായറാഴ്ച. വളരെ നിരാശാജനകമായ മാർക്കറ്റ് അല്ലേ? കഴിഞ്ഞ സൺഡേ വീഡിയോ ചെയ്യുന്ന അവസരത്തിൽ നിഫ്റ്റിയുടെ ക്ലോസിംഗ് പ്രൈസ് 24,768 ആയിരുന്നു. ഈ ഫ്രൈഡേ ക്ലോസ് ചെയ്തത് 23,587 ആണ്. ഏകദേശം 1,200 പോയിന്റിന്റെ ഇടിവാണ് നിഫ്റ്റി രേഖപ്പെടുത്തിയത്. കാരണം എന്താണ്? കനത്ത FII സെല്ലിംഗ്. FIS ടോട്ടലി ഈ ആഴ്ച 5 ദിവസത്തിനുള്ളിൽ 15,824 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. അതിന് അഗൻസ്റ്റ് ആയിട്ട് DIS 12,107 കോടിയുടെ ബൈങ് നടത്തിയിട്ടുണ്ട്. അപ്പൊ നെറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സെല്ലിംഗ് എത്രയാണ്? വെറും 3,700 കോടിയുടെ നെറ്റ് സെല്ലിംഗ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്ര 3,700 കോടിയുടെ സെല്ലിംഗ് ആണോ നിഫ്റ്റി 1,200 പോയിന്റ് ഇടിവിലേക്ക് നയിച്ചത്? ആവാൻ വഴിയില്ല. കാരണം മറ്റൊന്നുമല്ല, ക്യാഷ് മാർക്കറ്റിൽ സെല്ല് ചെയ്യുന്നതിനോടൊപ്പം തന്നെ FIS ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ മാർക്കറ്റിലും സെല്ല് ചെയ്യുന്നുണ്ട്. DIS ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ മാർക്കറ്റിൽ ബൈ ചെയ്യുന്നില്ല. അതൊരു കാരണമാണ്. രണ്ടാമത്തെ കാരണം, FIS അധികവും സെല്ല് ചെയ്യുന്നത് നിഫ്റ്റി 50 സ്റ്റോക്കിലായിരിക്കണം. DIS ബൈ ചെയ്യുന്നത് ഒരു ഡൈവേഴ്സിഫൈഡ് സ്റ്റോക്സിലായിരിക്കും. അതിൽ നിഫ്റ്റി 50 സ്റ്റോക്കുകളും ഉണ്ടായിരിക്കാം, മിഡ് ക്യാപ്പുകളും ഉണ്ടായിരിക്കാം, ലാർജ് ക്യാപ്പുകളും ഉണ്ടായിരിക്കാം. അപ്പൊ ഇവിടെയാണ് ഞാനിട്ട തമ്പനയിലിന്റെ പ്രസക്തി വരുന്നത്. നിഫ്റ്റിനെ അതിന്റെ പാർട്ടിന് വിട്ടേക്കൂ. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ലോങ് ടേമിന് വേണ്ടി നടത്തുക. അതായത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ ട്രേഡ് എടുക്കാതിരിക്കുക. രണ്ടാമത്തത് ഷോർട്ട് ടേം ട്രേഡുകളും ഇൻട്രാഡേ ട്രേഡുകളും ചെയ്യാതിരിക്കുക. മൂന്നാമത്തത് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക. 10 സ്റ്റോക്കിന്റെയോ 20 സ്റ്റോക്കിന്റെയോ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക. നല്ല ക്വാളിറ്റി സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുക. ഇത് തെളിയിക്കുന്ന ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ആഡ് ബ്രേക്കിന് ശേഷം കാണിച്ചു തരുന്നതാണ്. ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടിയും എനിക്കൊരു സ്പോൺസറെ ലഭിച്ചിട്ടുണ്ട്. അതാണ് എം സ്റ്റോക്ക് ഒരു റെപ്യൂട്ടഡ് ഫൈനാൻഷ്യൽ ഗ്രൂപ്പായ മിറ അസറ്റിന്റെ ഒരു ബ്രോക്കിംഗ് ഫേം ആണ്. സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലും ട്രേഡ് ചെയ്യുന്നതിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും എം സ്റ്റോക്ക് ഒരു നല്ലൊരു ഓപ്ഷനായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. കാരണം എന്താണ്? എം സ്റ്റോക്കിൽ നമ്മളൊരു ഡിമാറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രോക്കറേജ് ഒന്നും കൊടുക്കാതെ നമുക്ക് ലൈഫ് ടൈം ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് എം സ്റ്റോക്ക് നമുക്ക് ഒരുക്കി തരുന്നത്. അപ്പൊ ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ആദ്യമായിട്ടൊരു 999 രൂപ പ്ലസ് GST ആദ്യമായിട്ട് അടയ്ക്കുക. ഇത് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ബ്രോക്കറേജ് കൊടുക്കാതെ ട്രേഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ സെഗ്മെന്റില്? ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനില്, ക്യാഷ് മാർക്കറ്റില്, ഇൻട്രാഡേ, ഡെലിവറി, മ്യൂച്വൽ ഫണ്ട്, IPO, ഇതിലെല്ലാത്തിലും നിങ്ങൾക്ക് ബ്രോക്കറേജ് കൊടുക്കാതെ ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ഇതിനോടൊപ്പം തന്നെ വേറൊരു 999 രൂപയും GST അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവര് ആനുവൽ മെയിൻ്റനൻസ് ചാർജസും ഫ്രീ ആക്കി തരും. പക്ഷെ ഇത് ഓപ്ഷണലാണ്. എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ എടുക്കേണ്ടതുള്ളൂ. ഇത് കൂടാതെ നിങ്ങൾക്ക് 1 രൂപ പോലും കൊടുക്കാതെയും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. പക്ഷെ അവിടെ ബ്രോക്കറേജ്, അപ്ലിക്കബിൾ ബ്രോക്കറേജ് വരുന്നതായിരിക്കും. എന്റെ അഭിപ്രായത്തിൽ 999 പ്ലസ് GST അടച്ചിട്ട് ഒരു ബ്രോക്കറേജ് ഫ്രീ പ്ലാൻ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. 15 ലക്ഷത്തിലധികം കസ്റ്റമേഴ്സ് എം സ്റ്റോക്കിന്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചു വരുന്നു. എം സ്റ്റോക്ക് ഉപയോഗിച്ചത് മൂലം 145 കോടിയിലധികം രൂപയാണ് ഒരു വർഷത്തിൽ അവരുടെ കസ്റ്റമർ സേവ് ചെയ്തത്. ഇത് കൂടാതെ ഇവർ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി നൽകുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6.99 എന്ന ശതമാനം റേറ്റിലാണ്. ഇത് ഇൻഡസ്ട്രി നിലവാരത്തെ അപേക്ഷിച്ച് മറ്റ് ബ്രോക്കറേജ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവായിട്ടുള്ള ഒരു റേറ്റ് ആണ്. ഇതുകൂടാതെ ലേറ്റസ്റ്റ് ടെക്നോളജി ഫീച്ചേഴ്സ് ആയ 1 ക്ലിക്ക് ഓർഡർ, വോയിസ് സെർച്ച്, പ്രീ ഡിസൈൻഡ് ഇൻഡെക്സ് ബാസ്ക്കറ്റ്, ഇതൊക്കെ എം സ്റ്റോക്കിൽ ലഭ്യമാണ്. സുഹൃത്തുക്കളെ, എം സ്റ്റോക്കിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഒരു ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് തുറക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിഫ്റ്റി ഡിസംബർ മാസത്തിൽ 1,300 പോയിന്റ് ഇടിഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത 5 സ്റ്റോക്കുകൾ എങ്ങനെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കിക്കാണാം. ആദ്യത്തെ സ്റ്റോക്കാണ് നാറ്റ്കോ ഫാർമ. നാറ്റ്കോ ഫാർമ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 1,375 രൂപയിലായിരുന്നു. ഇപ്പോഴത്തെ ലാസ്റ്റ് ക്ലോസിംഗ് പ്രൈസ് 1,416 രൂപയാണ്. ഏകദേശം 42 രൂപ മുകളിലാണ്. പറഞ്ഞ വിലയിൽ നിന്ന് 3% മുകളിലാണ്. രണ്ടാമത്തെ സ്റ്റോക്കാണ് ഡിസംബർ 4 പറഞ്ഞ ചമൻലാൽ സേഠിയ എക്സ്പോർട്സ് എന്ന സ്റ്റോക്ക്. 346 രൂപയ്ക്കായിരുന്നു ഈ സ്റ്റോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. കറണ്ട് ക്ലോസിംഗ് പ്രൈസ് ആണ് 401 രൂപ. 15% സ്റ്റോക്ക് മുകളിലാണ് പറഞ്ഞ വിലയിൽ നിന്ന്. മൂന്നാമത്തെ സ്റ്റോക്കാണ് ടിറ്റാഗർ റെയിൽ സിസ്റ്റം എന്ന സ്റ്റോക്ക്. 1,190 പറഞ്ഞ സ്റ്റോക്ക് ലാസ്റ്റ് ഫ്രൈഡേ ക്ലോസ് ചെയ്തിരിക്കുന്നത് 1,310 അതായത് 10% മുകളിലാണ് ഈ സ്റ്റോക്ക്. നാലാമത്തെ സ്റ്റോക്കാണ്
ഡിസംബർ 15 പറഞ്ഞ രത്നവീർ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്ക് 197 രൂപയ്ക്ക് പറഞ്ഞ സ്റ്റോക്ക് ലാസ്റ്റ് ക്ലോസിംഗ് പ്രൈസ് 187 രൂപയാണ്. 10 രൂപ താഴെയാണ്, അതായത് 5% താഴെയാണ്. ലാസ്റ്റ് പറഞ്ഞ സ്റ്റോക്കാണ് പവർമെക് പ്രോജക്ട്സ് എന്ന സ്റ്റോക്ക് 2555 രൂപയ്ക്ക് പറഞ്ഞ സ്റ്റോക്ക് ഇപ്പോൾ ലാസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന 2561 രൂപയിലാണ്, 6 രൂപ മുകളിലാണ്. അപ്പോൾ നമുക്ക് ഒരൊറ്റ സ്റ്റോക്ക് മാത്രമാണ് 5% താഴെയുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മൾ ഈ സ്റ്റോക്കുകളിൽ ഈ 5 സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ രത്നവീറിന്റെ 5% ലോസ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷവും നമുക്ക് ഈ 5 സ്റ്റോക്കിന്റെ പോർട്ട്ഫോളിയോയിൽ ഒരു 15 ദിവസം 20 ദിവസത്തിനുള്ളിൽ കിട്ടിയത് ഏകദേശം 6% മുകളിൽ പ്രോഫിറ്റ് ആണ്. അതും നിഫ്റ്റി 1300 പോയിന്റ് ഇടിഞ്ഞു നിൽക്കുമ്പോൾ. അപ്പൊ എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? നിങ്ങളുടെ സപ്പോർട്ടിൽ നിന്നാണ്, നിങ്ങളുടെ ലൈക്കിൽ നിന്നാണ്, കമന്റിൽ നിന്നാണ്, ഷെയറിൽ നിന്നാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കണ്ട. രണ്ടാമത്തെ പ്രചോദനം ലഭിക്കുന്നത് കമ്പനിയുടെ ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടി എന്റെ ചാനൽ ഉപയോഗിക്കുമ്പോഴാണ്. അപ്പൊ അതെന്നെ ഒരു എൻകറേജ്മെന്റ് ആയിട്ട് ഞാൻ കരുതുന്നത്. കാരണം സുഹൃത്തുക്കളെ, എന്റെ ചാനൽ നിങ്ങൾക്ക് ടോട്ടലി ഫ്രീ ആയിട്ട് നൽകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻ ഫ്യൂച്ചറിലും അതിൽ ഒരു ജോയിനിങ് മെമ്പർഷിപ്പ് ഫീയോ ഒന്നും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ബ്രാൻഡ് പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അത് വിനിയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളുടെ സഹകരണം പൂർണ്ണമായും പ്രതീക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അഗ്രോ കെമിക്കൽ സ്റ്റോക്കാണ്. കാരണം അഗ്രോ കെമിക്കൽ ഒരു ഗ്രോത്ത് ഓറിയന്റഡ് സെക്ടറാണ്. അത് മാത്രമല്ല, ഗ്ലോബൽ പോപ്പുലേഷനൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഫുഡിന്റെ ഡിമാൻഡ് കൂടും. ഫുഡിന്റെ ഡിമാൻഡ് കൂടിയാൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് വർദ്ധിക്കും. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ക്രോപ്പ് പ്രൊട്ടക്ഷൻ കെമിക്കൽസിന്റെ ഡിമാൻഡും കൂടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്തത്. ഈ കമ്പനി പ്രധാനമായും നിർമ്മിക്കുന്നത് ഫംഗിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ്, മിറ്റിസൈഡ്സ്, ഹെർബിസൈഡ്സ് എന്നീ പ്രോഡക്റ്റുകളാണ്. അതിൽ ബേസിക് പ്രോഡക്റ്റുകളും സ്പെഷ്യാലിറ്റി പ്രോഡക്റ്റുകളും ഉൾപ്പെടും. അതുകൂടാതെ പ്ലാന്റ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ്, ഫ്യൂമിഗൻസ്, റോഡന്റിസൈഡ്സ്, അനിമൽ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഇതൊക്കെ ഇവരുടെ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുന്നതാണ്. വരുമാനത്തിന്റെ 40% ഇൻസെക്ടിസൈഡ്സിൽ നിന്നും 29% ഹെർബിസൈഡ്സിൽ നിന്നും 10% പ്ലാന്റ് ന്യൂട്രീഷൻ പ്രൊഡക്റ്റുകളിൽ നിന്നുമാണ് കമ്പനിക്ക് ലഭിക്കുന്നത്. ജിയോഗ്രഫിക്കൽ ബിസിനസ് പ്രസൻസ് നോക്കിയാൽ 83% ഇന്ത്യയിൽ നിന്നും ബാക്കി വിദേശത്തു നിന്നുമാണ് ഇവർക്ക് ബിസിനസ് കിട്ടുന്നത്. അതിൽ 69% ജനറിക് പ്രൊഡക്റ്റുകളിൽ നിന്നും 31% സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റുകളിൽ നിന്നുമാണ് ലഭിക്കുന്നത്. 2023-24 കമ്പനി പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് 75 കോടിയുടെ കാപെക്സ് നടത്തുകയുണ്ടായി. 5 പുതിയ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു 120 കോടിയുടെ കാപെക്സും നടത്തിയിട്ടുണ്ട്. ഈ 5 പ്രൊഡക്റ്റുകളിൽ നിന്ന് മാത്രം കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം 200 മുതൽ 250 കോടിയുടെ അധികം ടേൺ ഓവർ ആണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. 2020 എക്സൽ ക്രോപ്പ് കെയർ എന്ന ഇന്ത്യൻ കമ്പനിയുമായിട്ട് മെർജ് ചെയ്തതിനു ശേഷം കമ്പനിയുടെ പ്രൊഡക്റ്റ് പെനിട്രേഷൻ സ്ട്രോങ് ആയിട്ടുണ്ട്. കമ്പനിക്ക് വളരെ അംബീഷ്യസ് ആയിട്ടുള്ള എക്സ്പാൻഷൻ പ്ലാൻ ആണ് ഉള്ളത്. കമ്പനിയുടെ പേരാണ് സുമിറ്റോമോ കെമിക്കൽ ഇന്ത്യ ലിമിറ്റഡ്. കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടി പറയാം, സുമിറ്റോമോ കെമിക്കൽ ഇന്ത്യ ലിമിറ്റഡ്. സ്റ്റോക്കിന്റെ ലാസ്റ്റ് ക്ലോസിംഗ് പ്രൈസ് ആണ് 525 രൂപ. സെയിൽസ് പെർഫോമൻസ് നോക്കിയാൽ 2023-24 സെയിൽസിലും പ്രോഫിറ്റിലും ചെറിയ ഒരു ഇടിവ് നമുക്ക് കാണാൻ സാധിക്കും. 2025 മുതൽ കമ്പനിയുടെ പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ട് ഇംപ്രസീവ് ആയിരുന്നു. സെയിൽസിലും പ്രോഫിറ്റിലും ഇയർ ഓൺ ഇയറും ക്വാർട്ടറിലും വർധന ഉണ്ടായിട്ടുണ്ട്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 26,240 കോടിയാണ്. കറന്റ് പ്രൈസ് 526. 52 വീക്ക് ഹൈ 628, 52 വീക്ക് ലോ 336 ആണ്. സ്റ്റോക്കിന്റെ പി 54.3 ആണ്. സെക്ടർ പി 32 ആണ്. കുറച്ച് എക്സ്പെൻസീവ് വാല്യുവേഷൻ ഉള്ള സ്റ്റോക്കാണ്. ROC 20.8, ROE 15.3. EPS നോക്കിയാൽ 7.41 ആണ്. ഡെറ്റ് 24 കോടി മാത്രമേ ഉള്ളൂ. റിസർവ്സ് 2214 കോടിയുടെ റിസർവ്സ് ഉണ്ട്. പ്രൊമോട്ടർ പ്ലഡ്ജിംഗ് ഒന്നുമില്ല. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാൽ പ്രൊമോട്ടർ 75%, FIS 3.49%, DIS 6.96% ഹോൾഡ് ചെയ്യുന്നത്. FIS ഒരു ഹോൾഡിംഗ് സ്റ്റഡി ആയിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത ഒരു സ്റ്റോക്ക് മാത്രമാണ്. ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ അല്ല, ഒരു സ്റ്റഡി പർപ്പസിന് സെലക്ട് ചെയ്ത ഒരു സ്റ്റോക്ക് മാത്രമാണിത്. അതുകൊണ്ട് നിങ്ങൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റഡി ചെയ്യുക, പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്നത്തേക്ക് ഇത്ര മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. Investments in securities markets are subject to market risks. Read all the related documents carefully before investing.